മൈ ഡിയർ നൻബ ആൻഡ് നൻബീസ്, അങ്ങനെ തന്നെ പറയാം. തുള്ളാതെ മന്നൻ തുള്ളും എന്ന് പറഞ്ഞ സിനിമ തൊട്ട് മനസ്സിൽ ചാടിക്കേറി വന്നൊരു മനുഷ്യനാണ് ഈ പറയുന്ന നമ്മളൊക്കെ തളപതി വിജയ് എന്നൊക്കെ പറയുന്ന ആ മനുഷ്യൻ. ഇന്നിപ്പം ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു സി ജോസഫ് വിജയ് ആയി മാറിയിരിക്കുകയാണ്. ആൻഡ് what I don't know, man. I just want to thank him for all the entertainment films out there. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ലാർജർ ദാൻ ലൈഫ് ഒരു വ്യക്തി വന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് വിജയ് എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ ഹാസ് ഗിവൺ മീ. നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ, നമ്മൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ, നമുക്കിഷ്ടമുള്ള ഒരാൾ താഴെ വീഴുമ്പം ആ ആളെ ആടിച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹീറോയിക് ഇമേജ് തരുന്ന ഒരു നടൻ. ഒരുപാട് പേര് ആർഗ്യൂ ചെയ്തിട്ടുണ്ട് ഹീ ഈസ് നോട്ട് എ ഗുഡ് ആക്ടർ. ഡ്യൂഡ്, ഐ എഗ്രി. എന്താ പറയുക, നമുക്കൊരു കമലഹാസൻ, ലാലേട്ടൻ ആ ഒരു റേഞ്ചിലുള്ള ഒരു ഭയങ്കര നാച്ചുറൽ ആക്ടറൊന്നുമല്ല. ബട്ട് ഓറ ഹീ ബ്രിങ്സ് ഇൻ ടു ദ സ്ക്രീൻ, അത് അങ്ങനെ ഒരു സാധനം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഷോ ആൾക്കാരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച് വിസിലടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കഴിവ് കിട്ടുക എന്ന് പറയുന്നത്, അതൊന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളത് എന്ത് പാടാണെന്ന്. പുള്ളി കൊണ്ടുവന്ന സ്റ്റൈലുണ്ട്, പുള്ളി കൊണ്ടുവന്ന ഒരു ഓറയുണ്ട്. ദാറ്റ് വിൽ ഓൾവേസ് ബി ദർ. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കാരിസ്മാറ്റിക് ആക്ടേഴ്സ് ഔട്ട് ദർ. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. ജനനായകൻ ദിസ് ഇസ് ലാസ്റ്റ് മൂവി. ഇനി പുള്ളി ഒരിക്കലും സിനിമയിൽ വരില്ല എന്നാണ് പറയുന്നത്. എവിടെയൊക്കെയോ ഒരു ആഗ്രഹം അത് സത്യമാവരുത് എന്ന്. ഐ ഫീൽ ഹി ഹാസ് മോർ ടെയിൽസ് ടു ടെൽ us ആൻഡ് മോർ വിസിൽ അടിക്കാനുള്ള മൂമെൻറ്റ്സ് സ്റ്റിൽ ബാക്കിയുണ്ടെന്നും ഇപ്പോഴും വിചാരിക്കുന്നു. ബട്ട് ആസ് ഓഫ് നൗ ദിസ് ഇസ് ദി എൻഡ്. ദിസ് ഇസ് ഹിസ് ലാസ്റ്റ് മൂവി. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ലിയോ തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും ലാസ്റ്റ് മൂവി. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ദിസ് ടു ബി ഹിസ് ലാസ്റ്റ് മൂവി, ടു ബി ഓണസ്റ്റ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എച്ച് വിനോദാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വിജയ് ഇസ് ദ മെയിൻ ലീഡ്. മമിത ബൈജു വേറൊരു ഗംഭീര ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട് ഇതിൽ. ഒരുപാട് ബോബി ഡിയോളാണ് വില്ലൻ. പ്രകാശ് രാജുണ്ട്. ലോട്ട് ഓഫ് ആക്ടേഴ്സ്. അനിരുദ്ധിൻ്റെ മ്യൂസിക്. ലൈക്ക് ഐ സെഡ്, ഇത് ഭഗവത് കേസരി തന്നെയാണ് പടം. ഫസ്റ്റ് ഹാഫ് എൻറ്റയർലി ഭഗവത് കേസരി തന്നെയാണ്. ഓർ ബൈ സീൻ, ഡയലോഗ് ബൈ ഡയലോഗ് ഇറ്റ് ഈസ് ഭഗവത് കേസരി. സെക്കൻഡ് ഹാഫിൽ ഒരു സ്റ്റാർട്ടിങ് പോർഷൻ ഉണ്ട്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് എന്താ പറയുക, ഒരു വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനം ആ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ആണ്. ദാറ്റ് വാസ് ഫൺ. ദാറ്റ് വാസ് സംതിങ് വിച്ച് ഐ ഫീൽ ലൈക്ക് അതാണ് നമ്മുടെ വിജയ് പടം എന്ന് പറയുന്നത്. അതായത് മാസ്റ്ററിൽ നമ്മളൊരു ആ കുട്ടികൾ മരിക്കുന്ന സമയത്ത് ആ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ടകളൊന്ന് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ. അതേപോലെ വേട്ടക്കാരൻ എന്ന സിനിമയിലുള്ള മറ്റേ പെങ്ങളെ തൊടാൻ വേണ്ടി നീ എല്ലായിടത്തും ചോദിച്ചാലോ, നീ പെങ്ങളെ തൊടാൻ എൻ്റെ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചാന്ന് പറഞ്ഞ ഒരു സീനുണ്ട്. തെരിയിലെ സീനായിക്കോട്ടെ, ഇതിലൊക്കെ പോലത്തെ ഒരു സാധനമാണ് അവർ ആ സെക്കൻഡ് ഹാഫിൽ ഒരു ഫ്ലാഷ് ബാക്കിൽ പിടിച്ചേക്കുന്നത്. അതർ ദാൻ ദാറ്റ് ഈ സിനിമ ഒരു എന്താ പറയുക, ആ സെക്കൻഡ് ഹാഫിൽ ആ ലാസ്റ്റൊക്കെ കുറേ സൈഫൈ എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് എന്താണ് കാണിച്ചു വെച്ചേക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ. ബട്ട് ലൈക്ക് ഐ സെഡ്, ഐ ഡോണ്ട് വോണ്ട് ടു ലൈക്ക് ഐ നോ ഇത് ഞാൻ ഈ ഒരു പടം ഞാൻ പറയും ഇനി ഈ മനുഷ്യൻ ഇതേപോലത്തെ ഒരു വലിയ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. മേ ബി റിലീസസ് ഒക്കെ വരുമെന്നല്ലാതെ ഇനി ഒരു പുതിയ പടം ഇല്ല. ഫോർ 5 years എനിവേസ് ഇല്ല. സോ just one last time, I just wanted to see him dance. I just wanted to see him fight. I just wanted to hear him say master dialogue, slow motion, പുള്ളി ചെയ്യുന്ന മാനറിസംസ് ഒക്കെ ഈ സാധനമൊക്കെ എല്ലാം പടത്തിലുണ്ട്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു വിറ്റ്നസ് ദാറ്റ് ഫോർ ദ വൺ ലാസ്റ്റ് ടൈം. ആൻഡ് വേറെ ഒന്നും എനിക്കിതിൽ പറയാനില്ല. നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ടിക്കറ്റ്. ലൈക്ക് ഐ സെഡ്, ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം നിങ്ങൾക്കൊക്കെ ഇത് കാണാൻ പറ്റുന്നത്. ഇഫ് യു ആർ നോട്ട് എ വിജയ് ഫാൻ, ഡോണ്ട് ഈവൻ ബോദർ ഗോയിങ്. ഐ നോ ഇറ്റ്സ് എ സ്ട്രോങ് ആൻഡ് ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്. എന്തായാലും തമിഴ്നാട്ടിൽ ഈ പടം ഹിറ്റാണ്. അവരെ ചീഫ് മിനിസ്റ്ററിൻ്റെ പടമാണ്. ഈ പടത്തിൽ പൊളിറ്റിക്സ് പറയുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര രസമാണ്. ഇത് പക്ഷേ സിനിമ ഇത് പുള്ളി CM ആവണതിന് മുന്നെയാണ് ഈ പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ, ഇപ്പം ഇത് കാണുമ്പോൾ കിട്ടുന്ന വേറൊരു ഫീലിംഗ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. ഇതിൽ പുള്ളി പൊളിറ്റിക്സ് പറയുന്നതും പിന്നെ ഈ പൊളിറ്റീഷ്യൻസ്മാരുടെ ക്യാരക്ടേഴ്സിനെ പുള്ളി കുറച്ച് പേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ
അതാ ഒരു ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നോക്കുമ്പോൾ അടിയോ. പിന്നെ ടൈറ്റിൽ കാർഡിന് കാണാം ഈ പടം. ഓ മാൻ, അവരത് കംപ്ലീറ്റ്ലി റീവാമ്പ് ചെയ്തിട്ട് മെയിൻ ടൈറ്റിൽ കാർഡിന് ഒരു സാധനമുണ്ട്. നമ്മൾ മറ്റേ റിയൽ ലൈഫ് മാസ് എന്നൊക്കെ പറയില്ലേ, പുള്ളി അവിടുത്തെ പോയിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു ടൈറ്റിൽ കാർഡാണ് മാൻ. അതിലുണ്ട് പടം, അത് മാത്രം മതി. ലൈക്ക് ഐ സെഡ് മാൻ, I'm gonna miss this guy. I'm gonna miss him, man. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള വളരെ കുറച്ച് പേരിൽ ഒരാൾ ജോസഫ് വിജയ് തന്നെയാണ്. പക്ഷേ ഇനി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അടുക്കാൻ പറ്റൂല, അങ്ങോട്ട് സെൽഫി എന്ന് പറഞ്ഞ് പോയാൽ മതി. ബട്ട് യാ മാൻ, മാസ് സിനിമ വിൽ മിസ് യു, ബട്ട് ദർ വാസ് സം കൈൻഡ് ഓഫ് ഓറ. അതൊരു വിജയ് പടത്തിൽ കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ, ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഐ വിൽ ഡെഫിനറ്റ്ലി മിസ് ദാറ്റ്. സോ യാ, പടം ഇസ് വെരി മിഡ്. ലൈക്ക് ഐ സെഡ്, ഭഗവത് കേസരി ഓഫ് കോഴ്സ് എനിക്ക് ആ പടമേ അത്ര ഭയങ്കരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഐ ഫീൽ ജെലസ് ടു മമിത ബൈജു മാൻ, സീരിയസ്ലി. ലാസ്റ്റ് ഒരു സീക്വൻസ് ഉണ്ട് വേർ ദേ ബോത്ത് ഫൈറ്റ് ഷോൾഡർ ബൈ ഷോൾഡർ. മാൻ, അത് ഏതൊരു നടൻ്റെ ആഗ്രഹമാണത്. അറ്റ്ലീസ്റ്റ് ഐ വുഡ് ഡൈ ഫോർ ദാറ്റ്. ബട്ട് യാ, വേറൊന്നും എനിക്ക് പറയാനില്ല. ഒരു ഗംഭീര കിടിലം പടമൊന്നും പ്രതീക്ഷിച്ചൊന്നും ആരും അങ്ങോട്ട് പോകണ്ട. സിനിമയിൽ കുറേ നല്ല എലമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് നല്ല പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ബട്ട് ദർ ആർ പക്ക മസാല തെലുങ്ക് പടത്തിൻ്റെ റീമേക്ക് തന്നെയാണ്. സോ ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് ഓൺ ദിസ് മൂവി, ബട്ട് സോ സീ ദിസ് മൂവി ഫോർ ദിസ് ഗൈ ആൻഡ് ഹിസ് ലാസ്റ്റ് ഡാൻസ്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എൻഡ് ഓഫ് എൻ എറ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മൈ ചൈൽഡ്ഹുഡ് വൺ ഓഫ് ദ ബെസ്റ്റ്, ഫോർ ഗിവിങ് മീ ലോട്ട് ഓഫ് തിങ്സ്, ഹോപ്പ്, ലാഫ്റ്റർ, ഒരുപാട് കാര്യങ്ങൾ തന്നതിന് താങ്ക് യു. ബൈ.